എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഉണ്ട് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനിവാസ നാരായണ വാസുദേവം ശ്രീകൃഷ്ണ. ശരിക്കുമല്ലോ ഇത്രയും റെസ്പോൺസ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു കേട്ടോ. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞേട്ടോ. ശരിക്കും ഞാനൊരു തമാശയ്ക്ക് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണെങ്കിലും എല്ലാവരും അത് ഏറ്റെടുത്തു. ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ വ്യൂസ് ഇതിന് പോയി തന്നെ ചെയ്തു കേട്ടോ. പിന്നെ എല്ലാവരും ഒരു റിക്വസ്റ്റ് ഇട്ട് പിന്നെ ഇടണേ കൂടുതൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആവാറുണ്ട് DM ആയിട്ട്. ശരിക്കും അപ്ലോഡ് ചെയ്തൊരു 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ കാര്യം വിളിച്ചത്. ഞാൻ ഏറ്റവും വലിയ കഥ നോക്കുമ്പോണ്ട് അത്ര റെസ്പോൺസ് എന്നെ സംബന്ധിച്ച് ചെറിയ തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഒരു ഏകാദശിയും കൂടി വന്നു കേട്ടോ. ഞാനെല്ലാ ഏകാദശിക്കും ഒരുപോലെ തന്നെ റൊട്ടീൻ ഫോളോ കേട്ടോ. ഇപ്പം ഈ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമായിട്ട് വീഡിയോ എടുക്കുന്നുണ്ടോ. ഈ വീഡിയോ നിങ്ങൾ കാണണമെന്ന് അറിയത്തില്ല. ഏകാദശി കേട്ടോ. എല്ലാ തവണയും ദശമിയിലൊന്ന് ഒരുക്കും. ഏകാദശിയുടെ ഒന്ന് എന്തായാലും ഒരുക്കാൻ സമയത്തില്ല. കാരണം കോളേജുണ്ട്, കാര്യങ്ങളുണ്ട്, പോകണം, ബിസിയാവും, തിരക്കാവും, പിന്നെ നോക്കാൻ പറ്റില്ല. അതാണെങ്കിൽ രാവിലെ തൊട്ട് ആ ഒരു അലങ്കാരത്തിൽ തന്നെ നിന്നോളൂല്ലോ. അപ്പോൾ എന്തായാലും ദശമിയിലൊന്ന് വൈകുന്നേരം അലങ്കരിക്കും. പിന്നെ ത്രൂ ഔട്ട് പിറ്റേ ദശമി വരെ അങ്ങനെ തന്നെ നിൽക്കാറുണ്ട്. പക്ഷേ ഇത്തവണത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിബറലായിട്ട് നിന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് തന്നെ ചോറ്റാനിക്കര മതമാണ്. ഒരുങ്ങാൻ നേരം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ മേക്കപ്പ് എല്ലാം മാറ്റാം എന്ന രീതിയിൽ പെട്ടെന്നൊരു ഒരുക്കം മാത്രമേ ഉള്ളൂ കേട്ടോ. അതായത് പെട്ടെന്ന് മാറ്റാവുന്ന രീതിയിൽ. അതായത് എനിക്ക് ചോറ്റാനിക്കരയും ഗുരുവായൂരപ്പനായിട്ടും ഒരാളെ ഉള്ളൂ. ഞാൻ അലങ്കരിക്കുന്നത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ പരിചയമുള്ളവർക്കറിയാം അലങ്കാരം കാര്യം. അതായത് നവരാത്രിക്കും തൃക്കാർത്തികയ്ക്കും ചോറ്റാനിക്കര മൃഗങ്ങളുടെ വിശേഷ ദിവസങ്ങളിൽ പ്രധാന ഭഗവതിയായിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് അലങ്കാരം മാറ്റാം എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മുടെ കഥാനായകനെ ഡ്രസ്സെല്ലാം മാറ്റി കഴിഞ്ഞ പ്രാവശ്യത്തെ ആഭരണങ്ങളും കാര്യങ്ങളും അലങ്കാരങ്ങളും ഒക്കെ മാറ്റി ഇനി കുറച്ച് പരിപാടിയുണ്ട്. എന്നാലും ലിബറൽ എന്ന് പറഞ്ഞാൽ അത്ര ലിബറല്ല, എന്നാൽ പക്ഷെ ഒട്ടും അത്ര ഹെവി ആയിട്ട് ഇടുന്നില്ല. ഞങ്ങൾ ആദ്യം കുറച്ച് ട്രയലൊക്കെ നോക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു 2-2.5 മണിക്കൂർ എടുക്കുന്ന ഒരു പ്രോസസ്സാണ് വരുന്നതെന്ന്. ഒരു 8 മണിയാകുമ്പോൾ ഒരു ചിലപ്പോൾ 10 മണി 11 മണി വരെ പോയി നിൽക്കാവും. അതുകൊണ്ട് തന്നെ ആദ്യം ഞങ്ങളൊന്ന് ട്രയൽ നോക്കും. എന്നിട്ട് വീഡിയോ എടുത്ത് നമുക്കുള്ളത് ഈ 2-2.5 മണിക്കൂർ ഇട്ട് വെച്ച് നമുക്ക് ഫോണിൽ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഒരു ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ കാണുന്ന വീഡിയോ അത്യാവശ്യം എന്തുള്ള വീഡിയോ ആണ്. പക്ഷേ ഞാൻ ഇച്ചിരി സ്പീഡ് കൂട്ടിയിട്ടൊന്നും ഉള്ളൂ കേട്ടോ. എല്ലാവരും കാണാൻ പാകത്തിന്. ഇല്ലെങ്കിൽ ഇനിയും കണ്ടു തീരത്തില്ല. വീട്ടുകാർ പറഞ്ഞു കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ പറയുന്ന കേൾക്കാം. ചിലപ്പോൾ ആണായിട്ടും പെണ്ണായിട്ടും ഒരാളെ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ കേട്ടോ. എനിക്ക് ഗുരുവായൂരപ്പനും ചോറ്റാനിക്കരയമ്മയും മാനന്തൂരമ്മയും എല്ലാം എനിക്ക് ഒരാളാട്ടോ. അപ്പം അതിൻ്റേതായ ലിമിറ്റേഷൻസും കാര്യങ്ങളും ഉണ്ട്. ഞാൻ ഒരുക്കുമ്പം എന്താ പറയുക, ഭയങ്കര സോഫ്റ്റായിട്ടേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. വിഗ്രഹമല്ലേ, കുഞ്ഞു പറയാൻ പോലെ കുഞ്ഞുപോലെ സൂക്ഷിക്കുന്ന ഒരു വിഗ്രഹം കേട്ടോ. അത് വിഗ്രഹം എന്ന് പറയാൻ പറ്റത്തില്ല. കൂടെയുള്ള ഒരാളെ പോലെ തന്നെ ഞാൻ ഇത്ര നാളും കരുതുകയേ ഉള്ളൂ. ഞാൻ നേരത്തെ ഡ്രസ്സൊക്കെ ഡ്രേപ്പ് ചെയ്ത് വെച്ചായിരുന്നു. പക്ഷേ എവിടെ വെച്ചതെന്ന് ഞാൻ മനസ്സിലായി. കുറേ കട്ടിയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഡ്രസ്സ് അലക്കി മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ മടക്കി വെച്ചതിൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് ശ്രദ്ധിച്ചില്ല. അങ്ങനെ കുറേ സമയം ചെയ്തിട്ടുണ്ട്. ഇനി പെട്ടെന്നൊരു ഹരിവറിയായിട്ട് പെട്ടെന്ന് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അതിൻ്റെ മുഖമൊക്കെ ഒന്ന് തുറക്കണം, ഇനി ആഭരണങ്ങളെല്ലാം മാറ്റണം, എല്ലാം അടുക്കി ഒതുക്കി വെച്ചിട്ട് വേണം അടുത്ത പരിപാടിയിലേക്ക് കിടക്കാൻ വേണ്ടി. എല്ലാവരും തന്നെ കുറേയൊക്കെ ചോദ്യം ചോദിച്ചിട്ടോ. DM ഇത്രയും പ്രശ്നം വരും ഞാൻ പ്രതീക്ഷിച്ചില്ല. വന്നേക്കല്ല കേട്ടോ പ്രശ്നം. ഞാൻ ഇനി എല്ലാവരും ക്രോസ് ചെക്ക് ചെയ്തിട്ട് എല്ലാം കൂടി ഇത്രയും പറഞ്ഞു കേട്ടോ. എല്ലാവരും പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ എന്തായാലും നേരെ പറയുന്നത് എല്ലാവരും തന്നെ ചോദിച്ചത് നല്ലോണം പേജ് എഴുതാനൊക്കെയാണ്. അപ്പോൾ ഞാനൊരു ഓൺലൈൻ പേജാണ് എനിക്ക് വാങ്ങിച്ചത്. പേജ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ പേജായിട്ട് കണക്ട് ചെയ്ത് ഞാൻ അവിടെ ചെന്ന് വാങ്ങിച്ചതാണ്. അതുകൊണ്ട് തന്നെ അതെല്ലാം നോക്കണം. ഓൺലൈൻ പേജ് എക്സിസ്റ്റാണോ അതോ ഇല്ലേ നോക്കിയിട്ട് വേണ്ടേ ഞാൻ പറഞ്ഞു തരാം. അതുകൊണ്ടാട്ടോ ഒന്നും പറയാതെ പുറത്തുനിന്ന് തന്നെ അവൈലബിളാണ്. പക്ഷേ എന്നാലും ഞാൻ പറയുമ്പോൾ എല്ലാം കൂടെ ഒന്നും കൂടെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ കുറേ സജഷൻസ് വന്നു കേട്ടോ. അതെല്ലാം ഞാൻ പരിഗണിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് തമാശയ്ക്ക് ശരിക്കും ചെയ്തു വെച്ചതാണ്. പക്ഷേ അത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷേ എല്ലാവരും ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അത് കണ്ടു കഴിഞ്ഞപ്പം. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരോടും ഹൃദയത്തിൽ നന്ദി പറയുന്നു ആദ്യം തന്നെ. കാരണം ഇത്രയൊരു റെസ്പോൺസ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ പ്രതീക്ഷിച്ചതിലും നേരെ പോകാൻ ചെയ്തു. ശരിക്കും ആദ്യം ഞാനിത് പ്രൈവറ്റായിട്ട് അപ്ലോഡ് ചെയ്തിട്ട് പിന്നെ ഞാനിത് ഡിലീറ്റ് ചെയ്ത് പിന്നെ രണ്ടാമത് പബ്ലിക്കായിട്ട് അപ്ലോഡ് ചെയ്ത കാര്യമാണ്.
ഭഗവാനെ സപ്പോർട്ടും സ്നേഹവും കണ്ടു കഴിഞ്ഞപ്പോൾ ഇടാതിരിക്കാൻ തോന്നിയില്ല. അതുകൊണ്ടായിരുന്നു ഭഗവാനെ സ്നേഹിക്കുന്ന ഇത്രയും ആൾക്കാർ മുന്നിൽ നിന്നിട്ടും പ്രതീക്ഷിച്ചില്ല. ഇനി ഒത്തിരി അപ്ഡേഷൻസ് വരാനുണ്ട്. പക്ഷേ വരും കാലങ്ങളിൽ ഒന്നും പ്രതീക്ഷിക്കാട്ടോ. എന്താ പറയുക, ഞാൻ എല്ലാം ഇമ്പ്രൂവ് ചെയ്തേ ഉള്ളൂ. ഞാൻ ഇതുവരെ ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഇൻസ്റ്റയിൽ റീൽ ചെയ്തിട്ടുണ്ട്, ഇതുവരെയായിട്ട് ലോങ് വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് ലോങ് വീഡിയോസിൻ്റെ ആവശ്യമില്ല. മിനിറ്റ് മാക്സിമം 1 മിനിറ്റ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യാനുണ്ടാകുന്നുള്ളൂ. അതുകൊണ്ട് ആ ഒരു ബേസിസിലാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് വരുന്നത്. ആ ഒരു ശരിക്കൊരു ട്രാൻസാക്ഷൻ വീഡിയോ എടുക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇൻസ്റ്റാഗ്രാമിൽ. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇക്കാര്യം നോക്കുന്നത്. ആ ട്രാൻസാക്ഷൻ എടുത്തെടുത്ത് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറയുക, അതൊരു 2.5 മണിക്കൂർ. പിന്നെ ഞാൻ ഇങ്ങനെ കോപ്പി ചെയ്തിട്ട് അതിന് ഒരു 15 മിനിറ്റ് 13 മിനിറ്റിനൊപ്പം പോകുന്നു. പിന്നെ ഞാനത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനോ നോക്കുന്നുണ്ട്. പക്ഷേ ക്ലൗഡ് സ്റ്റോർ ചെയ്തിടാമല്ലോ നോക്കുന്നുണ്ട്. ക്ലൗഡിൽ സ്റ്റോർ ചെയ്തില്ല, യൂട്യൂബിൽ പ്രൈവറ്റ് ഐ ഡി ഇടാമല്ലോ നോക്കൊണ്ട് ഞാൻ ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് ബ്ലോഗായിട്ട് അപ്ലോഡ് ചെയ്താലോ എന്നുള്ളൊരു ആശയമുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ചെയ്യുകയും ലക്കെന്ന് വേണം സംസാരിച്ചത് കേൾക്കാൻ പറ്റില്ല. എല്ലാവരും എടുക്കുക. കാരണം എനിക്ക് ആരും മാറ്റിയിട്ടില്ല, അറിയത്തില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു, അതിലൊരു സോങ് ആഡ് ചെയ്തു. ചെറിയൊരു ഓൺവോയ്സ് ഞാൻ തന്നെ പറയുന്ന കേട്ടോ, അത് ഇട്ടുവെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനത് അഡ്ജസ്റ്റ് ചെയ്യാനോ വോളിയം കൂട്ടാനോ നടക്കണമെന്നില്ല. അതുകൊണ്ട് അറിയത്തില്ലാത്ത ചെയ്തില്ല. അവർ തന്നെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇങ്ങേർക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇച്ചിരി ഫാൻസ് കൂടുതലാണ്. അപ്പം ഞാനോർത്തു ഇൻസ്റ്റാഗ്രാമിൽ ഒരു ട്രാൻസ്ഫർ ഇടാമല്ലോ. ഇൻസ്റ്റാഗ്രാമിൽ കൂടുതൽ എനിക്ക് മെസ്സേജ് ഇടാവോ എന്ന് വെച്ചിട്ടുണ്ട്. അതിൽ മിക്ക പ്രാവശ്യം സ്റ്റോറി ചെയ്തുകൊണ്ട് ചോദിക്കും മെൻഷൻ ചെയ്യണം. പക്ഷേ ഇതുവരെ ഒരിക്കലും മെൻഷൻ ചെയ്യാനും പറ്റും. പക്ഷേ യൂട്യൂബിലെ സമയം ഞാനിതൊന്നും പ്രവേശിച്ചിരുന്നു. പക്ഷേ